Today I am going to discuss on the postulates of quantum mechanics. We know what postulates are. Postulates serves as the basics of any physical theories. We know the postulates cannot be proved, but we can prove the conclusion that is derived on the basis of postulates. And the success or failure of postulates depends on the strength of the experimental results. ആ പോസ്റ്റ്ലേറ്റിനെ ബേസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന തിയറി അതിൻ്റെ ഒബ്സർവേഷൻസ് അതിൻ്റെ പ്രഡിക്ഷൻസ് ഒബ്സർവേഷനുമായിട്ട് എത്രമാത്രം മാച്ച് ചെയ്യുന്നുണ്ടെന്നനുസരിച്ചാണ് ആ പോസ്റ്റ്ലേറ്റ്സ് വർക്ക് ചെയ്യുന്നത്. സോ ക്വാണ്ടം മെക്കാനിക്സിനും ഇതുപോലെ നമ്മൾ കുറച്ച് പോസ്റ്റ്ലേറ്റ്സ് പറയുകയാണ്. അത് പല രീതിയിൽ പറയാം. അപ്പോൾ ഈ പോർഷൻ നിങ്ങളുടെ ടെക്സ്റ്റിലെ റെഫറൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ക്വാണ്ടം മെക്കാനിക്സ് ബൈ ജി അരുൾദാസ് എന്നുള്ള ബുക്കിലാണ്. അപ്പോൾ അതിൽ പറയുന്ന രീതിയിലാണ്, അതിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഈ പോസ്റ്റ്ലേറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ് ഈസ് ഓൺ ദി വേവ് ഫംഗ്ഷൻ. നമ്മൾ വേവ് ഫംഗ്ഷൻ എന്താണെന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ്. അതും ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു പോസ്റ്റ്ലേറ്റ് ആണ്. അതുകൊണ്ട് ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നു. സോ ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ് 1, വേവ് ഫംഗ്ഷൻ. ദ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം can be completely specified by a wave function, by a function psi, which is called wave function or state function or state vector of the system. അപ്പോൾ നമ്മളൊരു സിസ്റ്റത്തിൽ സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്ത സൈ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സൈ കിട്ടിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ദാറ്റ് സിസ്റ്റം ഈസ് കംപ്ലീറ്റ്ലി സ്പെസിഫൈഡ് വിത്ത് ദാറ്റ് ഫംഗ്ഷൻ സൈ. ദെൻ ഒരു വെൽ ബിഹേവ്ഡ് വേവ് ഫംഗ്ഷന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സൈ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ് മസ്റ്റ് ബി കണ്ടിന്യൂസ്, ഫൈനൈറ്റ് ആൻഡ് സിംഗിൾ വാല്യൂഡ്. ഓൾ പോസിബിൾ ഇൻഫർമേഷൻ അബൌട്ട് ദ സിസ്റ്റം ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം സൈ. അത് നമ്മൾ കണ്ടായിരുന്നു. എക്സ്പെക്റ്റേഷൻ വാല്യൂ, അതുപോലെ പ്രോബബിലിറ്റി ഡെൻസിറ്റി, അതുപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിറൈവ് ചെയ്യാൻ അതിൽ നിന്ന് സൈ കിട്ടുകയാണെങ്കിൽ ആ സ്റ്റേറ്റ് വെക്ടറിൽ നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ ഒബ്സർവബിൾസിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം. Psi as such has no observable, psi as such is not observable. അല്ലെങ്കിൽ സൈക്ക് ഒരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്, ഡയറക്റ്റ് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ല. ബട്ട് വി ഓൾറെഡി ഡിസ്കസ് ദാറ്റ് മോഡ് സൈ സ്ക്വയർ റിലേറ്റഡ് വിത്ത് ദി പ്രോബബിലിറ്റി ഓഫ് ദി പ്രസൻസ് ഓഫ് എ particle. We can get the probability of finding a particle from its mode psi square. So that is the first postulate on wave function. Second postulate is regarding operators. It stated to every observable physical quantity there corresponds to a Hermitian operator or matrix. Okay, നമ്മൾ ഒബ്സർവബിൾസ് ഫോർ എക്സാമ്പിൾ എനർജി, മൊമെൻറ്റം എക്സെട്ര അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു ഓപ്പറേറ്റർ നമ്മൾ അതിനോട് അസോസിയേറ്റഡ് ഒരു ഓപ്പറേറ്റർ ഉണ്ടാവും. യൂഷ്വലി ദാറ്റ് ഈസ് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ. നമ്മൾ ഹെർമീഷ്യൻ മെട്രിക്സ് എന്താണെന്ന് പഠിച്ചായിരുന്നു. ആ ഹെർമീഷ്യൻ മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടി തന്നെ അതെന്താണെന്ന് ഒന്നും കൂടെ നമ്മൾ സ്പെസിഫൈ ചെയ്യാം. അപ്പോൾ ആ ഓപ്പറേറ്റേഴ്സിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഹെർമീഷ്യൻ ഓപ്പറേറ്റേഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ ഹെർമീഷ്യൻ മെട്രിക്സ് ആയിരിക്കണം അത്. The measurable value of that physical observable are the various eigenvalues of that operator. നമ്മൾ മെട്രിക്സ് ഡിസ്കസ് ചെയ്തപ്പോൾ മെട്രിക്സിൻ്റെ കാൽക്കുലേഷൻസ് ഒക്കെ സ്റ്റഡി ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഐഗൺ വാല്യൂസ്. അപ്പോൾ ഈ ഹെർമീഷ്യൻ മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടി ആയിരുന്നു അതിൻ്റെ ഐഗൺ വാല്യൂസ് റിയൽ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഹെർമീഷ്യൻ ഓപ്പറേറ്റേഴ്സ് ഇവിടെ നമ്മൾ എടുക്കുന്നത്, ഹെർമീഷ്യൻ മെട്രിക്സ് അല്ലെങ്കിൽ ഹെർമിറ്റീഷ്യൻ ഓപ്പറേറ്റേഴ്സ് എന്ന്. To every observable physical quantity there corresponds to a Hermitian operator or matrix. ഇനി അതിൻ്റെ മെഷറബിൾ വാല്യൂസ് ഓഫ് ദാറ്റ് ഫിസിക്കൽ ഒബ്സർവബിൾ, അത് എനർജി ആണെങ്കിൽ എനർജി, അല്ലെങ്കിൽ മൊമെൻ്റ് ആണെങ്കിൽ എന്താണോ, ദാറ്റ് ആർ വേരിയസ് ഐഗൺ വാല്യൂസ് ഓഫ് ദാറ്റ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ മെട്രിക്സ്. ആ മെട്രിക്സിൻ്റെ അല്ലെങ്കിൽ ഓപ്പറേറ്ററിൻ്റെ ഐഗൺ വാല്യൂസ് ആണ് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത്. അത് റിയൽ ആയിരിക്കണം. അതുകൊണ്ടാണ് ഹെർമീഷ്യൻ ഓപ്പറേറ്റേഴ്സ് എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ കണ്ട കുറച്ച് എക്സാമ്പിൾസ് ആണ്. എനർജി എന്നുള്ള ഫിസിക്കൽ ഒബ്സർവബിൾ, അതിനെ ക്ലാസിക്കൽ സിമ്പിൾ നമ്മളറിയാം ഹെർമീഷ്യൻ ഓപ്പറേറ്റർക്കാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക എച്ച് ക്യാപ്. ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി ഈസ് P²/2m പ്ലസ് പൊട്ടൻഷ്യൽ എനർജി V അല്ലെങ്കിൽ U. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓപ്പറേറ്റർ നമ്മളറിയാം പിയുടെ ഓപ്പറേറ്റർ എനർജിയുടെ ഓപ്പറേറ്റർ ഐദർ വി ക്യാൻ ഡയറക്ട്ലി റൈറ്റ് IH_T, അതല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെ കോമ്പിനേഷനായിട്ട് എഴുതാം -H², 2m del square. അതായത് P²/2m P²ൻ്റെ ഓപ്പറേറ്ററാണ്. P²ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നതാണ് -H² del square പ്ലസ് V. ദെൻ മൊമെൻറ്റം നമ്മളറിയാം -IH²∂x 1 ഡയമെൻഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ 3 ഡയമെൻഷൻ ആണെങ്കിൽ ഡെൽ. ദെൻ കൈനറ്റിക് എനർജി ഈസ് P²/2m -H²/2m del square and so on. Okay, so operators, that is the second postulate. And the third postulate is regarding expectation value. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. The expectation value of any observable A when a system is in a state described by normalized wave function psi is given by
definition of expectation value. Expectation A is minus infinity to plus infinity integral psi star operator A psi d tau. ഒരു ഒബ്സർവബിൾ എ എന്ന് പറയുന്ന ഒബ്സർവബിൾ മൊമെൻറ്റോ പൊസിഷനോ എന്തോ ആയിക്കോട്ടെ, ആ ഒബ്സർവബിളിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി സൈ സ്റ്റാർ ആൻഡ് ദ ഓപ്പറേറ്റർ കറസ്പോണ്ടിങ് ടു ദാറ്റ് ഒബ്സർവബിൾ. എ ആണെങ്കിൽ എ ക്യാപ്, പി ആണെങ്കിൽ പി ക്യാപ്, എന്താണോ അവിടെ വരുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേറ്റർ സൈ ഡി ടോ എൻ്റയർ വോളിയത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതാണ്. where A is operator associated with the observable A. And this definition is valid if psi is normalized. Psi normalized അല്ലെങ്കിൽ we define expectation A as minus infinity plus infinity psi star A psi d tau divided by integral minus infinity to plus infinity psi star psi d tau. ആ നോർമലൈസേഷൻ കണ്ടീഷൻ കൂടെ ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ. സോ എക്സ്പെക്റ്റേഷൻ വാല്യൂ. വാട്ട് ഈസ് എക്സ്പെക്റ്റേഷൻ വാല്യൂ? എക്സ്പെക്റ്റേഷൻ വാല്യൂ ഇസ് ദി മോസ്റ്റ് പ്രോബബിൾ വാല്യൂ. ഒബ്സർവബിൾസിൻ്റെ ഒബ്സർവബിളിൻ്റെ മോസ്റ്റ് പ്രോബബിൾ വാല്യൂവിനെയാണ് എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് പോസ്റ്റ്ലേറ്റ് റിഗാർഡിങ് ഐഗൺ വാല്യൂസ്. നമ്മൾ ഓപ്പറേറ്റർ പറഞ്ഞായിരുന്നു ഐഗൺ വാല്യൂസ് ഓഫ് ദാറ്റ് മെട്രിക്സ്. ദ പോസിബിൾ വാല്യൂസ് വിച്ച് എ മെഷർമെൻറ്റ് ഓഫ് എൻ ഒബ്സർവബിൾ ക്യാൻ ഗീവ് ആർ ദി ഐഗൺ വാല്യൂസ് ഓഫ് ദാറ്റ് ഓപ്പറേറ്റർ, അല്ലെങ്കിൽ ഐഗൺ വാല്യൂ ഓഫ് ദി ഇക്വേഷൻ എ എസ് ഐ ഈസ് ഈക്വൽ ടു സ്മോൾ എ ഐ സൈ, അല്ലെങ്കിൽ ഐഗൺ വാല്യൂ ഇക്വേഷനിൽ വരുന്ന അതിൻ്റെ ഐഗൺ വാല്യൂസാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ കാണാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റം ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് കിട്ടാവുന്ന ഒബ്സർവബിൾ ആയിട്ടുള്ള വാല്യൂസ്, ആ മൊമെൻറ്റത്തിൻ്റെ ഒബ്സർവബിൾ ആയിട്ടുള്ള വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി വൺ ഓഫ് ദി ഐഗൺ വാല്യൂ ഓഫ് ദിസ് ഇക്വേഷൻ, അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേറ്ററിൻ്റെ പി എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ്ങുള്ള മെട്രിക്സിൻ്റെ ഏതെങ്കിലും ഒരു ഐഗൺ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. ദ ഐഗൺ വാല്യൂ ഷുഡ് ഓൾവേസ് ഗീവ് എ റിയൽ നമ്പർ. നമ്മൾ മെഷർ ചെയ്യുമ്പോൾ മൊമെൻറ്റം, എനർജി, വട്ട് ഓർ ഇറ്റ് ഈസ്, ആ ഫിസിക്കൽ ഒബ്സർവബിൾ നമുക്ക് റിയൽ വാല്യൂസ് ആണ് കിട്ടുന്നത്. കോംപ്ലക്സ് ആണെന്ന് പറഞ്ഞാൽ ഫിസിക്കലി മീനിങ്ലെസ് ആണത്. മൊമെൻറ്റം കോംപ്ലക്സ് ആണെന്ന് പറഞ്ഞാൽ നമുക്കത് റിയൽ നമ്പറായിട്ടാണ് കിട്ടേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ദാറ്റ് ഈസ് ബൈ ദ ഓപ്പറേറ്റേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മസ്റ്റ് ബി ഹെർമീഷ്യൻ. അപ്പോൾ ഹെർമീഷ്യൻ മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടി നമുക്കറിയാം. ഹെർമീഷ്യൻ മെട്രിക്സിൻ്റെ അല്ലെങ്കിൽ ഓപ്പറേറ്റേഴ്സിൻ്റെ അതിൻ്റെ ഐഗൺ വാല്യൂസ് റിയൽ ആയിരിക്കും. അതുകൊണ്ടാണ് ആ ഒരു പർട്ടിക്കുലർ ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ പർട്ടിക്കുലർ കാറ്റഗറി ഓഫ് മെട്രിക്സ് നമ്മൾ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഓപ്പറേറ്റേഴ്സ് ഒബ്സർവബിളിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. സോ ഐഗൺ വാല്യൂസ് റിയൽ ആയിരിക്കും. അതുകൊണ്ടാണ് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ആവുന്നത്. ഐഗൺ വാല്യൂസ് ആണ് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത്. ഒബ്സർവബിൾസിൻ്റെ മെഷർമെൻറ്റ് ഓഫ് എൻ ഒബ്സർവബിൾ ക്യാൻ ഗീവ് ദി ഐഗൺ വാല്യൂസ്. Then postulate 5, the time development of quantum system. നമ്മൾ ഇതുവരെ സോൾവ് ചെയ്തിരുന്ന പല എക്സാമ്പിളും സ്റ്റഡി സ്റ്റേറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷനാണ് ചെയ്തത്. അവിടെ ടൈം എവല്യൂഷൻ കൺസിഡർ ചെയ്യുന്നില്ല. ആ പൊട്ടൻഷ്യൽ ടൈം ഇൻഡിപെൻഡൻ്റ് ആണ്. പർട്ടിക്കുലർലി ബോക്സ് അല്ലെങ്കിൽ ഹാർമോണിക് ഓസിലേറ്റർ എല്ലാ കേസിലും ടൈം ഇൻഡിപെൻഡൻ്റ് ആണ്. ഇനി പ്രാക്ടിക്കൽ കേസിൽ നമുക്ക് ടൈം ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരാം. പെർട്ടുർബേഷൻ, സ്കാറ്ററിങ്, അത്തരം തിയറീസിലൊക്കെ കാണിക്കുമ്പോൾ ആ പൊട്ടൻഷ്യൽ തന്നെ ടൈം ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ സ്റ്റഡി ചെയ്യാനായിട്ട് ദ ടൈം ഡെവലപ്മെൻറ്റ് ഓഫ് ക്വാണ്ടം സിസ്റ്റം ക്യാൻ ബി ഡിറൈവ്ഡ് ബൈ ദി ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. സ്റ്റഡി സ്റ്റേറ്റ് അല്ല, ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ IH cut dou psi by dou t is equal to H psi, where H is the Hermitian operator minus H cut square divided by 2m del square plus v. നമ്മൾ ആദ്യം ഡിറൈവ് ചെയ്ത ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ക്യാൻ ബി യൂസ്ഡ് ടു സ്റ്റഡി ദി ടൈം ഡെവലപ്മെൻറ്റ് ഓഫ് ദി ക്വാണ്ടം സിസ്റ്റം. ആൻഡ് ദിസ് ഈസ് കോൾഡ് ദി ഷ്രോഡിഞ്ചർ റെപ്രസെൻറ്റേഷൻ. ഷ്രോഡിഞ്ചർ റെപ്രസെൻറ്റേഷൻ, ഈ ഷ്രോഡിഞ്ചർ ഇക്വേഷന്, ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ടൈം ഡെവലപ്മെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഷ്രോഡിഞ്ചർ റെപ്രസെൻറ്റേഷൻ എന്നാണ് പറയുക. ഇൻ ഷ്രോഡിഞ്ചർ റെപ്രസെൻറ്റേഷൻ ഓപ്പറേറ്റേഴ്സ് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈം. എച്ച് കട്ട് അതല്ലെങ്കിൽ പി അതൊക്കെ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈം ആണ്. വേവ് ഫംഗ്ഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ടൈം. സൈ ഈസ് ആർ കോമ ടി, ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. ഇനി ഇതേ കാര്യം തന്നെ ടൈം എവല്യൂഷൻ നമുക്ക് ഡിഫറെൻറ്റ് റെപ്രസെൻറ്റേഷനിൽ സ്റ്റഡി ചെയ്യാം. അനദർ എക്സാമ്പിൾ ഈസ് ഹെയ്സൻബർഗ് ഇൻ്റർപ്രിട്ടേഷൻ. ഹെയ്സൻബർഗിൻ്റെ ഇൻ്റർപ്രിട്ടേഷനിൽ ഹെയ്സൻബർഗ് എടുത്തിരിക്കുന്നത് ഓപ്പറേറ്റേഴ്സ് ആർ ടൈം ഡിപ്പെൻഡൻറ്റ്, സൈ ഈസ് ഫിക്സ്ഡ് ഇൻ ടൈം. വേവ് ഫംഗ്ഷൻ ടൈം ഡിപ്പെൻഡൻറ്റും ടൈമിൽ ഫിക്സ്ഡായും കോൺസ്റ്റൻ്റായും ഓപ്പറേറ്റേഴ്സിന് ടൈം ഡിപ്പെൻഡൻസ് കൊടുത്ത് സ്റ്റഡി ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് ഹെയ്സൻബർഗ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ദെൻ ദർ ഈസ് അനദർ തിങ്, ഇൻട്രാക്ഷൻ representation, interaction picture that is introduced by Dirac, in which both operators and wave functions are time dependent. ഈ മൂന്ന് രീതിയിലും വേണമെങ്കിൽ നമുക്കതിനെ പറയാം. ഇവിടെ നമ്മൾ ഷ്രോഡിഞ്ചർ റെപ്രസെൻറ്റേഷൻ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഷ്രോഡിഞ്ചർ റെപ്രസെൻറ്റേഷനിൽ ഓപ്പറേറ്റേഴ്സ് ഫിക്സ്ഡ് ഇൻ ടൈം, ടൈം ഡിപ്പെൻഡൻസ് കെയിം ത്രൂ ദി ടൈം ഡിപ്പെൻഡൻസ് ഓഫ് ദി വേവ് ഫംഗ്ഷൻ സൈ. അപ്പോൾ ഈ 5 പോസ്റ്റുലേറ്റ്സിലാണ് ക്വാണ്ടം മെക്കാനിക്സ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഫിഫ്ത്ത് പോസ്റ്റുലേറ്റ്, ഷ്രോഡിഞ്ചർ ഇക്വേഷൻ തന്നെ ഒരു പോസ്റ്റുലേറ്റ് ആണ്.
ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു പോസ്റ്റുലേറ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. അതിൻ്റെ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു പോസ്റ്റുലേറ്റാണ്. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു, വേവ് ഫംഗ്ഷൻ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സാറ്റിസ്ഫൈ എന്ന് പറയുന്നത് തന്നെ ഒരു പോസ്റ്റുലേറ്റാണ്. അപ്പോൾ അതൊരിക്കലും ഡിറൈവ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അറൈവ് ചെയ്യാൻ പറ്റും. കുറച്ച് ആ വേവ് ഫംഗ്ഷനുകളൊക്കെ നമുക്ക് അതിലേക്ക് എത്തിച്ചേരാൻ പറ്റും. പക്ഷേ വി കനോട്ട് ഡിറൈവ് ബിക്കോസ് ഇറ്റ് ഈസ് ദി ഫണ്ടമെൻ്റൽ പോസ്റ്റുലേറ്റ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്. അപ്പോൾ അങ്ങനെ 5 പോസ്റ്റുലേറ്റ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ റിഗാർഡിംഗ് വേവ് ഫംഗ്ഷൻ, സെക്കൻഡ് റിഗാർഡിംഗ് ഓപ്പറേറ്റേഴ്സ്, then expectation value, eigen values, real eigen values of Hermitian operator, then postulate 5, it's Schrodinger equation itself. Now I want to make a comment on our previous class regarding the wave function of harmonic oscillator. Wave function of harmonic oscillator. The wave function is given by, what is that? Okay. The wave function of harmonic oscillator is given by Hermite function. Let us consider the first one. When n is equal to 0, psi 0 is equal to 2m nu by h cut raised to 1 by 4 into e raised to minus y square by 2. e raised to minus y square by 2 ആണ് അവിടെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിനെ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ സി അതിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി വേവ് ഫംഗ്ഷൻ ഫസ്റ്റ് 5 വേവ് ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞായിരുന്നു. സൈ 0 n equal to 0 വേവ് ഫംഗ്ഷൻ വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ മോഡ് സൈ സ്ക്വയർ ഇതെല്ലാം പോസിറ്റീവാണ്. മോഡ് സൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അതേ ഇത് തന്നെയാണ് വരുന്നത്. ഇ റൈസ് ടു മൈനസ് വൈ സ്ക്വയർ ബൈ 2 ആണ് ഫംഗ്ഷനാണ്. സോ ഇങ്ങനൊരു ഇതാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി കിട്ടുന്നത്. സോ പ്രോബബിലിറ്റി ഡെൻസിറ്റി മീൻസ് പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദാറ്റ് പെർട്ടിക്കിൾ. സോ ഇവിടെ മാക്സിമം പ്രോബബിലിറ്റി ഈ ബ്ലാക്ക് കർവ് മാക്സിമം പ്രോബബിലിറ്റി എവിടെയാണ് വരുന്നത്? മാക്സിമം പ്രോബബിലിറ്റി ഈസ് അറ്റ് ദ സെൻറ്റർ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷൻ. എക്സ് ഈക്വൽ ടു 0-ലാണ്. ദിസ് ഈസ് എക്സ് ഈക്വൽ ടു മൈനസ് എ, ദിസ് ഈസ് എക്സ് ഈക്വൽ ടു പ്ലസ് എ. അപ്പോൾ സെൻറ്ററിലാണ് മാക്സിമം പ്രോബബിലിറ്റി വരുന്നത്. സോ ദിസ് കോൺട്രഡിക്ട്സ് വിത്ത് ദി ക്ലാസിക്കൽ ഫിസിക്സ്. ഇപ്പോൾ ക്ലാസിക്കൽ ഫിസിക്സുമായിട്ട് 2 കോൺട്രഡിക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെയായിരുന്നു? ഒന്ന്, ഇക്വിലിബ്രിയം പൊസിഷനിൽ അതിൻ്റെ ലോവസ്റ്റ് എനർജി, ക്ലാസിക്കലി അതിൻ്റെ ലോവസ്റ്റ് എനർജി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 0 ആയിരുന്നു. പൊട്ടൻഷ്യൽ എനർജി കർവ് നോക്കുകയാണെങ്കിൽ ക്ലാസിക്കലി നമ്മൾ പറഞ്ഞത് ഇ ഈക്വൽ ടു 0 ആണ് അതിൻ്റെ ലോവസ്റ്റ് പോസിബിൾ വാല്യൂ അറ്റ് എക്സ് ഈക്വൽ ടു 0-ൽ. പക്ഷേ ക്വാണ്ടം മെക്കാനിക്കൽ നമ്മൾ കണ്ടായിരുന്നു. ക്വാണ്ടം മെക്കാനിക്കൽ പിക്ചർ വരുമ്പോൾ ഫസ്റ്റ് എനർജി ലെവൽ E0 എന്ന് പറയുന്നത് ഹാഫ് എച്ച് ന്യൂ ആണ്. 0 പോയിൻ്റ് എനർജിയാണ് വരുന്നത്. അതാണ് ഒരു ഡിഫറൻസ് വന്നായിരുന്നത്. രണ്ടാമത്തത് ക്വാണ്ടൈസേഷൻ. ക്ലാസിക്കലി ഏത് എനർജി നമുക്ക് പോസിബിളാണ്. പക്ഷേ ഇവിടെ n പ്ലസ് ഹാഫ് എച്ച് ന്യൂ En is equal to എനർജി എച്ച് ന്യൂ ആയിട്ട് എച്ച് ന്യൂവിൻ്റെ സ്പേസിങ്ങിൽ ക്വാണ്ടൈസ്ഡ് ആണ്. അതാണ് രണ്ടാമത്തെ ഡിഫറൻസ് ക്ലാസിക്കൽ ഫിസിക്സുമായിട്ട്. മൂന്നാമത്തെ ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത് ഇതാണ്. പ്രോബബിലിറ്റി ഡെൻസിറ്റി ക്ലാസിക്കലി അതിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി മാക്സിമം വരുന്നത് അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിലാണ്. പക്ഷേ ക്ലാസിക്കലി എങ്ങനെയാണ്? ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത് മോഡ് സൈ സ്ക്വയർ മാക്സിമം വരുന്ന കൂടിയാണ്. അതിൻ്റെ മോസ്റ്റ് പ്രോബബിൾ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഏറ്റവും കൂടിയത് ഇവിടെയാണ്, സെൻറ്ററിലാണ്. ക്ലാസിക്കലി എങ്ങനെയാണ്? ഫോർ എക്സാമ്പിൾ ഒരു പെൻഡുലം ഓസിലേറ്റ് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഈ മാക്സിമം ആംപ്ലിറ്റ്യൂഡിലേക്ക് വരുമ്പോൾ അതിൻ്റെ സ്പീഡ് കുറയാണ്. ഇക്വിലിബ്രിയത്തിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇക്വിലിബ്രിയം പൊസിഷനിൽ വരുമ്പോൾ അത് സ്പീഡിൽ പോവാണ്. അതുകൊണ്ട് അവിടെ അധികം സമയം അത് സ്പെൻഡ് ചെയ്യില്ല. അപ്പോൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന എവിടെയാണ്? ഇതിങ്ങനെ പോയി അതിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ എത്തുമ്പോൾ സ്ലോ ആയിട്ട് അവിടെ നിന്നിട്ടാണ് പിന്നെ ഇങ്ങോട്ട് വരുന്നത്. പിന്നെ ഭയങ്കര സ്പീഡിലാണ് ഇക്വിലിബ്രിയം പൊസിഷൻ ക്രോസ് ചെയ്യുന്നത്. പിന്നെ ലെഫ്റ്റിലേക്ക് പോയിട്ട് അവിടെയാണ് പ്രോബബിലിറ്റി കൂടുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ഏറ്റവും കൂടുതൽ ക്ലാസിക്കലി ഈ വൈറ്റ് കർവ് കാണാമെന്ന് വിചാരിക്കുന്നു. ഇതിന് ഓപ്പോസിറ്റായിട്ട് ഇതിങ്ങനെയാണ് വരുന്നത്, വൈറ്റ് കർവ് വരുന്നത്. ക്ലാസിക്കൽ പ്രോബബിലിറ്റി ഏറ്റവും കൂടുതൽ വരുന്നത് അതിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡിലാണ്. ഈക്വിലിബ്രിയം പൊസിഷനിൽ അതിന് വളരെ കുറവ് പ്രോബബിലിറ്റി ഉള്ളത്, കാരണം അവിടെ വളരെ സ്പീഡിലാണത് മൂവ് ചെയ്യുന്നത്. പെൻഡുലം ഓസിലേറ്റ് ചെയ്യുന്ന എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ. പക്ഷേ ക്വാണ്ടം മെക്കാനിക്സിൽ n ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഫസ്റ്റ് ക്വാണ്ടം സ്റ്റേറ്റ് തരുന്നത് ഓപ്പോസിറ്റ് ബിഹേവിയർ ആണ്, എൻറ്റയർലി ഓപ്പോസിറ്റ് ആണ്. മാക്സിമം പ്രോബബിലിറ്റി പ്രെഡിക്റ്റ് ചെയ്യുന്നത് എക്സ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഈക്വിലിബ്രിയം പൊസിഷനിലാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ക്വാണ്ടം നമ്പർ കൂട്ടുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇതിൽ കാണിച്ചിരിക്കുന്നത് സൈ 10 n ഈക്വൽ ടു 10 എന്നുള്ള ക്വാണ്ടം നമ്പർ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി, വേവ് ഫംഗ്ഷൻ്റെ പ്രോബബിലിറ്റി വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഈവൻ തോ അതിൻ്റെ ഓസിലേഷൻസ് ഉണ്ടെങ്കിലും ക്ലാസിക്കൽ കർവുമായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം അതിൻ്റെ മാക്സിമം വരുന്നത്, മാക്സിമം പ്രോബബിലിറ്റി വരുന്നത് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡുകളിലാണ്, അല്ലെങ്കിൽ ക്ലാസിക്കൽ ഫിസിക്സുമായിട്ട് അത് മാച്ച് ചെയ്യുന്നു. അപ്പോൾ ഇതിനെ നമ്മളൊരു പ്രിൻസിപ്പിൾ മുമ്പ് പഠിച്ചായിരുന്നു, കറസ്പോണ്ടിങ് പ്രിൻസിപ്പിൾ. എന്തായിരുന്നു കറസ്പോണ്ടിങ് പ്രിൻസിപ്പിൾ? ഇൻ ദ ലിമിറ്റ് ഓഫ് ലാർജ് ക്വാണ്ടം നമ്പർ ക്വാണ്ടം ഫിസിക്സ് ഗീവ്സ് ദി റിസൾട്ട്സ് ഓഫ് ക്ലാസിക്കൽ ഫിസിക്സ്. അത് വേണം, കാരണം ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ മൈക്രോ വേൾഡിലെ തിയറിയാണ്. മാക്രോ വേൾഡിൽ ക്ലാസിക്കൽ ഫിസിക്സ് എക്സാക്റ്റ് റിസൾട്ടുകൾ തന്നെയാണ് തരുന്നത്.
അപ്പോൾ ക്വാണ്ടം തിയറി ക്ലാസിക്കൽ അല്ലെങ്കിൽ മാക്രോ വേൾഡിലേക്ക് വരുമോ അല്ലെങ്കിൽ ലാർജ് ക്വാണ്ടം നമ്പറിൽ വരുമ്പോൾ ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ അതേ റിസൾട്ട് തന്നെ തരാം. അത് വളരെ ഭംഗിയായിട്ട് നമുക്കിതിൽ കാണാൻ പറ്റും. psi = 10 അല്ല psi ഫോർ n = 10 എന്ന ലെവൽ ഈ പ്രോബബിലിറ്റി ഈ ആംപ്ലിറ്റ്യൂഡുകളിൽ വരുമ്പോൾ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വരുമ്പോൾ പ്രോബബിലിറ്റി കൂടുകയും മിനിമമായിട്ട് നിൽക്കുന്നത് എവിടെയാണ് അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിലാണ്. ഇതോ അതിൽ ഓസിലേഷൻസ് ഉണ്ട്. ഹയർ ക്വാണ്ടം നമ്പറിൽ നോക്കുകയാണെങ്കിൽ ഈ ഓസിലേഷൻസിനെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ട് വളരെ സ്മൂത്തായിട്ടുള്ളൊരു കർവ് പോലെ നമുക്ക് കിട്ടും. അപ്പോൾ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിളിൻ്റെ ഒരു എക്സാമ്പിളും കൂടിയാണ് ഇത് വരുന്നത്. പിന്നെ ഇത് നിങ്ങൾ ഒന്നുകൂടി ക്ലോസ്ലി അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യവും കൂടെ കാണാം. പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ വേവ് ലെങ്ത്ത് ഇതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ വേവ് ലെങ്ത്ത് വളരെ കുറവാണ്. ഈ എഡ്ജിൽ വരുമ്പോൾ അല്ലെങ്കിൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വരുമ്പോൾ വേവ് ലെങ്ത്ത് കൂടുതലാണ്. ആ ഒരു കാര്യം കൂടെ ഈ ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഇക്വിലിബ്രിയം പൊസിഷനിൽ വേവ് ലെങ്ത്ത് കുറവാണ്. ഇതിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് പൊസിഷനുകളിലേക്ക് -aക്കും +aക്കും പോകുമ്പോൾ വേവ് ലെങ്ത്ത് കൂടാണ്. എന്താണ് അതിന് എക്സ്പ്ലനേഷൻ? അത് നേരത്തെ നമ്മൾ പൊട്ടൻഷ്യൽ വെല്ലിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ കണ്ടായിരുന്നു. ആ എക്സ്പ്ലനേഷൻ ഇങ്ങനെ ഒരു പൊട്ടൻഷ്യൽ വെല്ലാണെങ്കിൽ അതിനെങ്ങനെയായിരിക്കും അതിൻ്റെ വേവ് ഫംഗ്ഷൻ ഇരിക്കുക എന്നുള്ളതിൻ്റെ എക്സാമ്പിൾ നമ്മൾ കണ്ടായിരുന്നു. കാര്യം ഇതാണ്, ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ അതിൻ്റെ സ്പീഡ് കൂടുതലാണ്. സ്പീഡ് കൂടുമ്പോൾ വളരെ ഫാസ്റ്റായിട്ടാണ് അത് മൂവ് ചെയ്യുന്നത്. സ്പീഡ് കൂടുമ്പോൾ എന്ത് കൂടും? മൊമെൻറ്റം കൂടുമ്പോൾ മൊമെൻറ്റം ഈസ് ഇൻവേഴ്സ്ലി ഡി ബ്രോഗ്ലി റിലേഷൻ അനുസരിച്ച് ലാംഡ കുറയും. ഇപ്പോൾ ഇവിടെ വേവ് ലെങ്ത്ത് കുറയാണ് ചെയ്യുന്നത്. ഈ ബൗണ്ടറികളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡിലേക്ക് പോകുമ്പോൾ സ്പീഡ് കുറയുമ്പോൾ മൊമെൻറ്റം കുറയും, അതിനനുസരിച്ച് വേവ് ലെങ്ത്ത് കുറയും. ആ ഒരു കാര്യം കൂടെ ഇതിൽ നമ്മൾ ഭംഗിയായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കമൻറ്റും കൂടെ നിങ്ങളുടെ ഹാർമോണിക് ഓസിലേറ്റർ പോർഷനിലൂടെ ആഡ് ചെയ്യുക. ക്ലാസിക്കൽ ഫിസിക്സായിട്ട് വരുന്ന മൂന്നാമത്തെ ഡിഫറൻസാണ്. സൈസ് 0ൽ ക്ലാസിക്കൽ ഫിസിക്സിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന റിസൾട്ടാണ് തരുന്നത്. പക്ഷേ ലാർജ് വാല്യൂസ് കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ എഗ്രി ചെയ്തുകൊണ്ട് ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ റിസൾട്ടുമായിട്ട് മാച്ച് ചെയ്യുന്ന റിസൾട്ടുകൾ വരുന്നു.